ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിരിക്കുന്നത് എം ജി ഫ്യൂച്ചറിലാണ്. വീട്ടിലേക്കൊരു പുതിയ ടി വി എടുക്കണം എന്നൊക്കെ കരുതി ഇങ്ങനെ കയറിയതാണ്. പക്ഷേ ഷോറൂമിൽ കയറിയപ്പോൾ സംഗതി അത്ര സിമ്പിളല്ല എന്ന് മനസ്സിലായി. കാരണം 100 കണക്കിന് ടി വികളാണ്. അതിൽ ടെക്നോളജി ആണെങ്കിലോ LED, QLED, നിയോ QLED, OLED ഇതും കൂടെ കേട്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി, തല കറങ്ങി. ജാങ്കോ ഞാൻ പെട്ടുട്ടോ എന്ന് പറഞ്ഞ പോലെയായി. എന്തായാലും ഈ വീഡിയോയിലൂടെ വളരെ സിമ്പിളായി ആ കൺഫ്യൂഷൻ ഞാൻ തീർത്തു തരാം. LED ആൻഡ് QLED നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്ന വീടുകളിലൊക്കെ ഉള്ള ടി വികൾ LED ടി വികൾ തന്നെയാണ്. ആ ടി വിയുടെ ബാക്ക് സൈഡിൽ വരുന്നത് LED ബൾബുകൾ കൊണ്ട് തന്നെയാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ആ LED ബൾബ് ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ഇനി QLED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ LED ടി വിയുടെ ഉള്ളിൽ ഒരു പ്രത്യേക ലെയർ കൂടെ സെറ്റപ്പ് ചെയ്തതാണ് ഈ QLED. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ LED ടി വിയേക്കാൾ കൂടുതൽ നിറങ്ങൾ, അതായത് മില്യൺസ് ഓഫ് കളേഴ്സ് ഇതിൽ കിട്ടും. അതായത് നല്ല വെളിച്ചമുള്ള ഒരു ലിവിംഗ് റൂമിലാണ് നിങ്ങൾ ടി വി സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ QLED ആയിരിക്കും നന്നാവുക. അടുത്തത് നിയോ QLED. ഇതിനെ വേണമെങ്കിൽ നമുക്ക് മിനി LED എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് സാധാരണ LED ബൾബുകൾക്ക് പകരം ഇതിൽ മിനി LEDs ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലെ LEDs ചെറുതായതുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്രീനിൽ എല്ലാ ഭാഗത്തും വെളിച്ചം വളരെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. OLED ഇതാണ് ഏറ്റവും പുതിയ ടെക്നോളജി. ഇവിടെയാണ് മാറ്റം വരുന്നതും തന്നെ. ഇതിൽ പുറകിൽ വെവ്വേറെ ലൈറ്റ് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അല്ല കൊടുത്തിട്ടുള്ളത്. ഇതിലെ കുഞ്ഞു പിക്സലുകൾക്ക് സ്വന്തമായിട്ട് വെളിച്ചം ഉണ്ടാക്കാനും അതിനെ കെടുത്താനുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു സെറ്റപ്പാണ് അതിൽ നൽകിയിട്ടുള്ളത്. സാധാരണ ഒരു LED ടി വി ആണെങ്കിൽ അതിലൊരു രാത്രിയിലെ സീന് നമ്മളിങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ കറുപ്പ് നിറം വരേണ്ട ഭാഗത്ത് പുറകിലെ LEDയുടെ വെളിച്ചം കാരണം കൊണ്ട് തന്നെ ഒരു ഗ്രേ കളർ എന്നുള്ളൊരു സെറ്റപ്പിലായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ആ ഒരു പ്യുവർ ബ്ലാക്ക് എന്നുള്ള ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല. എന്നാൽ OLED എന്നുള്ളതിലാണെങ്കിൽ ഈ കറുപ്പ് നിറം കാണിക്കേണ്ട ഭാഗം വരുന്ന സമയത്ത് ഈ പിക്സലുകൾ പൂർണ്ണമായും ഇവിടെ ബ്ലാക്ക് കളറാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ആ വെളിച്ചം അണയുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ബ്ലാക്കൊക്കെ കറക്റ്റായിട്ട് OLEDയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മൈജി ഷോറൂമിൽ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് LGയുടെ OLED EVO ടി വികളാണ്. ഇതിൻ്റെ വശങ്ങളിലേക്ക് ഒന്ന് നോക്കൂ. വെറും മില്ലിമീറ്ററുകൾ മാത്രം കനമുള്ള ഈ ടി വി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെയൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്ലിം ഫോണുകളുടെയൊക്കെ ആ ഒരു സ്ക്രീൻ വരുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ അതിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. ഇതിൽ A9 Gen 6 AI പ്രോസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ 144 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ ഒരു ഗെയിമിംഗ് സെറ്റപ്പൊക്കെയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. എനിക്ക് ഈ ടി വി എടുക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഇതിൻ്റെ വില കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. ലക്ഷങ്ങളൊക്കെയാണ് ഇതിൻ്റെ വില വരുന്നത്. പ്രീമിയം അനുഭവം വേണം, അങ്ങനെയുള്ള ഒരു ഗെയിമിംഗ് സെറ്റപ്പൊക്കെ വേണം താല്പര്യമുള്ളവർക്ക് ഇതൊരു കിടിൽ ഐറ്റം തന്നെയാണ് കേട്ടോ. വാല്യൂ ഫോർ മണി ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു അടിപൊളി സെറ്റപ്പൊക്കെ ഉള്ള ടി വി തന്നെ ആയിരിക്കണം. അങ്ങനെയൊക്കെ കുറേ നിഗമനങ്ങളൊക്കെ വെച്ച് തിരഞ്ഞു നോക്കിയിട്ട് അവസാനം നമ്മൾ എത്തിപ്പെട്ടത് സാംസങ്ങിൻ്റെ LED ടി വി ആയിട്ടുള്ള ക്രിസ്റ്റൽ UHD 4K TV01183 എന്ന് പറഞ്ഞ മോഡലിലാണ്. ഇതിൽ ക്രിസ്റ്റൽ പ്രോസസർ 4K ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ വീഡിയോകളെയൊക്കെ ഒരു 4Kയിലേക്ക് ഉയർത്താനുള്ള ഒരു സെറ്റപ്പൊക്കെ ഈ ടി വിയിലുണ്ട്. പിന്നെ പ്യുവർ കളർ, അതായത് സാധാരണ ടി വിയേക്കാൾ കൂടുതൽ നിറങ്ങൾ കൃത്യമായി കാണിക്കാനും ഇതിന് സാധിക്കും. HDR10+ സപ്പോർട്ട്, അതായത് നിഴലുകൾ പോലും വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു ഹൈ ഡൈനാമിക് റേഞ്ച് ഇതിലുണ്ട്. പിന്നെ മോഷൻ ആക്സിലറേറ്റർ, അതായത് ഫുട്ബോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ഷൻ മൂവികൾ അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഒട്ടും മങ്ങയില്ലാതെ സ്മൂത്തായി കാണാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റം. ഒരു സാധാരണ കുടുംബത്തിന് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ എല്ലാ ഫീച്ചേഴ്സുമുള്ള ഒരു സാംസങ് LED ടി വി ആണ് കേട്ടോ. അങ്ങനെ ഒരു 19,000 രൂപ പൊട്ടിച്ച് വീട്ടിലോട്ട് ഈ ടി വി ഞങ്ങൾ എത്തിച്ചു. ഇനി നിങ്ങളൊരു ടി വി വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ജനറൽ സജഷൻ പറയാം. ബഡ്ജറ്റിൽ നിൽക്കുന്ന നല്ലൊരു 4K ടി വി വേണം എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാംസങ്ങിൻ്റെ ക്രിസ്റ്റൽ 4K LED ടി വി നിങ്ങൾ കണ്ണും പൂട്ടിയെടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളും നൽകുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ 2 കൊല്ലത്തെ വാറണ്ടി കമ്പനി തരുന്നുണ്ട്. അത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി എന്നൊക്കെ പറയുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ് ടു 5 ഇയേഴ്സ് വരെയൊക്കെയാണ് തരുന്നത് കേട്ടോ. നമ്മളൊരു 55 ഇഞ്ചിൻ്റെ ടി വിയാണ് വാങ്ങിയിട്ടുള്ളത്, അതും LED സെറ്റപ്പുള്ള ടി വി. അതിന് തന്നെ നമുക്ക് ഏകദേശം ഒരു 19,000 രൂപയുടെ ഒക്കെ ലെവലിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫണ്ട് കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, വലിയ ചെറിയൊരു എമൗണ്ടൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് QLEDയിലോട്ട് പോകാം. അവിടെ നമ്മൾ OLEDയുടെ അത്രയും എമൗണ്ടിൻ്റെ ഒരു പ്രൈസ് ഹൈക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു ബ്ലാക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കിട്ടുന്നതായിരിക്കും. ഇനി ഇതൊന്നും അല്ല, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മളെ ഗെയിമിംഗ് പർപ്പസ് വളരെ സ്മൂത്തായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ടി വി ഒക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകേണ്ടത് OLED ടി വിയിലോട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.